ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇരുമ്പിന്റെ പാത്രങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ? അത് തുരുമ്പ് പിടിച്ച പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റാറില്ല. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് തുരുമ്പ് പിടിച്ചിരിക്കുന്ന നമ്മുടെ ഇരുമ്പിന്റെ പാത്രങ്ങൾ എങ്ങനെ സീസണിങ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. മാത്രമല്ല വീഡിയോയുടെ അവസാനം നമ്മൾ നോൺ സ്റ്റിക്ക് പോലെ ഇരുമ്പിന്റെ പാത്രങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ രണ്ട് പാത്രങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് സീസണിങ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇതിൽ അപ്പച്ചട്ടിയിൽ നല്ല പോലെ തന്നെ തുരുമ്പുണ്ട്. കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കാണ്ട് വെച്ചിരുന്നതാണ്. ഈ ഒരു അപ്പച്ചട്ടിയും പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ഒരു തവയും കൂടിയാണ് ഇന്ന് സീസണിങ് ചെയ്തെടുക്കുന്നത്. ഒരു 2-3 ദിവസത്തെ പ്രോസസ്സാണ് കേട്ടോ ഈ ഒരു സീസണിങ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് നല്ല മയമായിട്ട് നോൺ സ്റ്റിക്ക് പോലെ ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഇരുമ്പിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കൊണ്ടുവരുന്ന ഇരുമ്പിൻ്റെ പാത്രങ്ങളും ഈ ഒരു രീതി സീസണിങ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ട്രഡീഷണൽ രീതിയിൽ ചാണകവെള്ളത്തിലൊക്കെ മുക്കി വെക്കുന്നതിന് പകരമായിട്ട് ഇന്ന് നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ സീസണിങ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മുടെ തൊടിയിലുള്ള ചെമ്പരത്തിയുടെ ഇലയും പൂവും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും കൂടെ ചേർത്തിട്ട് ഒരു പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എത്രത്തോളം പാത്രമുണ്ടോ അതിനനുസരിച്ച് വേണം ഈ ചെമ്പരത്തി എടുക്കാനായിട്ട്. അത് ഞാൻ ഇവിടെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇതേ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഉപയോഗിച്ചിട്ട് തലയൊക്കെ കഴുകാനായിട്ട് താളിയാണ് തയ്യാറാക്കാറുള്ളതല്ലേ. പക്ഷേ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ഇരുമ്പിൻ്റെ പാത്രങ്ങളും സീസണിങ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്ന ആ ഒരു താളി വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഇരുമ്പിൻ്റെ പാത്രങ്ങൾ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വലിപ്പമുള്ളൊരു പാത്രത്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. നമ്മൾ എടുത്ത ചെമ്പരത്തിയുടെ ഇല മൊത്തമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളുടെ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഈ ഒരു വെള്ളത്തിൽ മുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 ദിവസമെങ്കിലും ഈ ഒരു വെള്ളത്തിൽ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ കിടക്കണം. ചെമ്പരത്തി ഇല കിട്ടാത്തവർക്കാണെങ്കിൽ ചാണക വെള്ളത്തിൽ ഇതുപോലെ 2 ദിവസം ഇരുമ്പിൻ്റെ പാത്രങ്ങൾ മുക്കി വെച്ചാലും മതി. ആ ഒരു രീതി ഞാൻ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മളെടുത്ത 2 ഇരുമ്പിൻ്റെ പാത്രങ്ങളും താളി വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഞാനിതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഈ ഒരു താളി വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. എൻ്റെ കയ്യിൽ ഇത്രയും വലിപ്പമുള്ളൊരു പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടെ വിസ്താരമുള്ള വലിപ്പമുള്ളൊരു പാത്രം എടുത്തോളൂ കേട്ടോ. നാട്ടിലൊക്കെ ആകുമ്പോൾ നല്ല വലിപ്പമുള്ള ഉരുളിയോ അല്ലെങ്കിൽ ചരുവം പോലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരുടെ കയ്യിൽ അത്രയും വലിപ്പമുള്ളൊരു പാത്രങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് ഞാൻ ഏറ്റവും വലിയൊരു പാത്രത്തിലാണ് ഈ 2 ഇരുമ്പിൻ്റെ പാത്രങ്ങളും സീസണിങ് ചെയ്യാനായിട്ട് മുക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇത് 2 ദിവസം ഇതുപോലെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ ചെമ്പരത്തിയുടെ താളിയിൽ സീസണിങ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രങ്ങൾ പുറത്തെടുക്കാം. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലതുപോലെ മയപ്പെട്ട് തന്നെ നമ്മുടെ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ഒരു തുരുമ്പൊക്കെ പോയി നല്ല കറുത്ത കളറിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മുടെ ദോശക്കല്ലൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളതിൽ തൊടുമ്പം തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേങ്കിൽ അപ്പത്തിൻ്റെ ചട്ടിയിൽ കുറച്ച് തുരുമ്പുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇനിയും നമുക്ക് 1-2 സ്റ്റെപ്പ് കൂടിയുണ്ട് സീസണിങ്ങിൽ. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല നോൺ സ്റ്റിക്ക് പോലെ ഈ പാത്രങ്ങളൊക്കെ നമുക്ക് കിട്ടും. ക്ലീനിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ സാധാരണ പോലെ സോപ്പ് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ തേച്ചൊരച്ചാണ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ അകവും പുറവും നല്ല പോലെ തന്നെ നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ നല്ല രീതിയിലാണ് ക്ലീനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനിയും നമ്മുടെ സീസണിങ്ങിൻ്റെ സ്റ്റെപ്പ് ബാക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു രീതിയിൽ നിങ്ങൾ സീസണിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്കിൽ നമ്മൾ തയ്യാറാക്കുന്നത് പോലെ ഈസി ആയിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ പാത്രങ്ങളിലും പാചകം ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി നമ്മുടെ ക്ലീനിങ്ങിൻ്റെ 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് ചുടുകട്ടയുടെ പൊടിയാണ് കേട്ടോ. നമ്മുടെ ചെങ്കലിൻ്റെ പൊടിയുണ്ടല്ലോ, അത് ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആവശ്യത്തിന് ചുടുകട്ടപ്പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിത് അരിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. ഇനി നമുക്കൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് അകവും പുറവും നല്ലതുപോലെ ഈ ഒരു ചുടുകട്ടപ്പൊടി ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്.
ഈ രീതിയൊക്കെ കാണുമ്പം ചിലർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, കാരണം ഇത്രയൊക്കെ സ്റ്റെപ്പുകൾ ചെയ്തെടുക്കണമല്ലോ എന്നുള്ളത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ് നമുക്ക് ഈ ഒരു സീസണിങ് രീതിക്ക് 2-3 ദിവസമെങ്കിലും വേണ്ടി വരും. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പോലെ തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ ഒരു സീസണിങ് രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ 2 പാത്രവും ചുടുകട്ടപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. ഒരു 5-10 മിനിറ്റ് നേരം വെയിലത്ത് വെച്ച് ഇതിൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെ നനവൊക്കെ മാറ്റിയെടുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞാനൊരു 10 മിനിറ്റോളം വെയിലത്ത് വെച്ച് ആ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സീസണിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ അളവ് നമ്മൾക്ക് എത്രത്തോളം പാത്രങ്ങളിൽ സീസണിങ് ചെയ്തെടുക്കണോ അതനുസരിച്ചാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. അതുകൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്ന ഇരുമ്പിൻ്റെ പാത്രങ്ങളിലേക്ക് അകവും പുറവും നല്ലതുപോലെ തേച്ച് കൊടുക്കണം. വീണ്ടും നമ്മുടെ ഇരുമ്പിൻ്റെ പാത്രങ്ങളിലേക്ക് തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മഞ്ഞൾപ്പൊടിയും നല്ലെണ്ണയും ചേർത്തിട്ടുള്ള ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തടകി 2 ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. എപ്പോഴും ഉപയോഗിക്കാത്ത ഇതുപോലുള്ള ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ലെണ്ണയും ചേർത്ത് ഈ ഒരു രീതിയിൽ അകവും പുറവും തടകി 2 ദിവസം വെച്ചതിന് ശേഷം നല്ലതുപോലൊരു സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി അതിനുശേഷം ഒന്നുകൂടി നല്ലെണ്ണ പുരട്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും നമ്മുടെ ഇരുമ്പിൻ്റെ പാത്രങ്ങളിൽ വീണ്ടും തുരുമ്പ് പിടിക്കത്തില്ല കേട്ടോ. പുറത്തൊക്കെ താമസിക്കുന്നവർ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ 2 പാത്രത്തിലും നല്ലെണ്ണയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ള പേസ്റ്റ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇപ്പം 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ സോപ്പ് ഉപയോഗിച്ചിട്ട് ഈ പാത്രങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. തുരുമ്പ് പിടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചിട്ടുള്ള പാത്രങ്ങളാണെന്ന് ഇപ്പോൾ ഇത് കണ്ടാൽ പറയില്ല. നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രത്തിന് പോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ സീസണിങ്ങിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് കൂടി നമുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ ദോശക്കല്ലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു സവാള എടുത്ത് ഇങ്ങനെ ഒന്ന് നമ്മളെല്ലാ ഭാഗത്തും ആ ഒരു നല്ലെണ്ണ എത്തത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അധികമുള്ള ഒരു നല്ലെണ്ണ തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മളിതിൽ ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ പറക്കി നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ആദ്യം ചുട്ടെടുക്കുന്ന ദോശ നമുക്ക് ഉപയോഗിക്കേണ്ട. ഇപ്പം നമ്മുടെ ദോശക്കല്ലിൻ്റെ സീസണിങ് കഴിഞ്ഞിട്ടുണ്ട്. എത്ര ഈസി ആയിട്ടാണ് ഞാൻ ഈ ദോശ മറിച്ചിടുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ സീസണിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ്. അപ്പോൾ ഈ ഒരു സീസണിങ് രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് കൂടി അറിയിക്കാൻ മറക്കില്ലല്ലോ. നമ്മുടെ അപ്പച്ചട്ടിയിലായിരുന്നു ഏറ്റവും കൂടുതൽ തുരുമ്പുണ്ടായിരുന്നത്. ഞാൻ അതിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് വറുത്തെടുക്കുന്നത്. അതിന് ശേഷം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൽ നമ്മൾ അപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്ക് അപ്പം ചുട്ടെടുക്കാനായിട്ട് കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ചുട്ടെടുക്കുന്ന അപ്പം നമുക്ക് ഉപയോഗിക്കേണ്ട. അപ്പം നമ്മുടെ എല്ലാം വീട്ടിൽ ഉപയോഗിക്കാണ്ട് തുരുമ്പ് പിടിച്ച് മാറ്റിയിട്ടിരിക്കുന്ന ഇരുമ്പിൻ്റെ പാത്രങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് ഈ ഒരു രീതിയിൽ സീസണിങ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ തയ്യാറാക്കുന്നതിൽ നല്ലതാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇരുമ്പിൻ്റെ പാത്രങ്ങളിലും മൺപാത്രങ്ങളിലൊക്കെ പാചകം ചെയ്തെടുക്കുന്നത്. അപ്പം എല്ലാവരും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.